ഏഷ്യാകപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ ഓഗസ്റ്റ് 19-നാണ് പ്രഖ്യാപിക്കാനായി പോകുന്നത്. ഇതിനോടകം തന്നെ ടീമിൽ ആരൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ള തരത്തിൽ നിർണായക വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. ദേശീയ ക്രിക്കറ്റ് മാധ്യമമായ ESPN Cricinfo ഇന്ത്യയുടെ ഏറ്റവും സാധ്യതയേറിയ സ്ക്വാഡിന്റെ ലിസ്റ്റ് ഉൾപ്പെടെ പുറത്തുവിട്ടിരുന്നു. സീനിയർ താരങ്ങൾക്ക് പകരം സൂര്യകുമാർ യാദവ് നേതൃത്വം നൽകുന്ന ജൂനിയർ താരങ്ങളെയാണ് ഏഷ്യാകപ്പിനായി ടീം ഇന്ത്യ പരിഗണിക്കുന്നത്. മലയാളി താരം സഞ്ജു സാംസൺ ടീമിൽ ഇടം നേടിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ കാണുമ്പോൾ പുതിയ ഒരു ഓപ്പണിംഗ് ജോഡിയെ പരീക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഏഷ്യാകപ്പിന് മുന്നോടിയായി ടീം ഇന്ത്യ. നേരത്തെ T20 ഫോർമാറ്റിൽ അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ സഖ്യമായിരുന്നു ടീം ഇന്ത്യക്ക് വേണ്ടി ഓപ്പണിംഗിനായി ഇറങ്ങിയിരുന്നത്. എന്നാൽ ഏഷ്യാകപ്പിലേക്ക് എത്തുമ്പോൾ അഭിഷേക് ശർമ്മയെക്കാളുപരി ശുഭ്മാൻ ഗില്ലിനെ ടീം ഇന്ത്യ ഓപ്പണിംഗിലേക്ക് പരിഗണിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് കാണുന്നത്. ഏഷ്യാകപ്പിൽ ടീം ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻസി റോളിലായിരിക്കും ഗിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഗിൽ സഞ്ജു സഖ്യമായിരിക്കും ഓപ്പണിംഗിനായി എത്തുക എന്നുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും പുതുതായി കാണുന്നത്. ടീമിൽ പല നിർണായക മാറ്റങ്ങൾ പറയുമ്പോഴും പ്രധാന വിക്കറ്റ് കീപ്പർ ബാറ്ററായി സഞ്ജു എത്തുമ്പോൾ ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായി ധ്രുവ് ജുറലിനെ ആയിരിക്കും ടീം ഇന്ത്യ പരിഗണിക്കുക എന്നും ഈ പുതിയ റിപ്പോർട്ടിൽ കാണുന്നുണ്ട്. എന്തായാലും ഏഷ്യാകപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ ഓഗസ്റ്റ് 19-നായിരിക്കും ഔദ്യോഗികമായി BCCI പ്രഖ്യാപിക്കാൻ പോകുന്നത്. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.